പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. സജിത് പൊത്തോട് വ്ളോഗ്സ് എന്ന നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ബോണക്കാട് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. ബോണക്കാട് എന്ന് പറയുന്നത് ഒരു തൊഴിലാളി ഗ്രാമമാണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വിതുര ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഒരു ബോണക്കാട് എന്ന് പറയുന്നത്. ഈ ബോണക്കാട് എന്ന് പറയുന്നത് ഒരു ഹിൽ സ്റ്റേഷനും കൂടെയാണ്. ഏകദേശം വിതുരയിൽ നിന്ന് ഏകദേശം ഒരു 24 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മാത്രമാണ് നമുക്ക് ബോണക്കാടേക്ക് എത്താൻ പറ്റുന്നത്. അതുമല്ല, ബോണക്കാടേക്ക് ബസ് സർവീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് തോട്ടം തൊഴിലാളികളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ മുമ്പ് ബോണക്കാട് പോയിട്ടൊരു എപ്പിസോഡ് ചെയ്തതാണ്. എന്നാൽ ഈ ഒരു സമയത്ത് പോയിട്ട് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് അങ്ങനെ വിചാരിച്ചാണ് ഇന്ന് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ആരുമില്ല, ഒറ്റയ്ക്കുള്ളൊരു യാത്രയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ബോണക്കാടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞ് എപ്പിസോഡുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സജിത് പൊത്തോട് വ്ളോഗ്സ് എന്ന നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വനത്തിനുള്ളിലൂടെ ബൈക്കിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ മാക്സിമം പകർത്താൻ ശ്രമിക്കുന്നത്. കൂട്ടത്ത് ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ചെസ്റ്റ് മൗണ്ട് വെച്ചതിന് ശേഷം നമ്മൾ സംസാരിച്ച് അങ്ങോട്ടുള്ള യാത്ര ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ബോണക്കാട് ഇവിടെ നിന്ന് ഒരുപാട് ദൂരം ഇങ്ങനെ വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്യാനുണ്ട് കേട്ടോ. സമയം ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയോളം ആയിട്ടുണ്ടേ. ഞാൻ കുറച്ച് കയറി വന്നിട്ടുണ്ട്, കാണിത്തടം ചെക്ക് പോസ്റ്റ് കയറിയിട്ട്. അപ്പം പുറത്തുനിന്ന് ആർക്കും ഇതുവഴി കയറി വരാനായിട്ടുള്ളൊരു പെർമിഷനൊന്നുമില്ല. അല്ലാതെ പെർമിഷൻ എടുത്ത് വരാൻ പറ്റും കേട്ടോ. അഗസ്ത്യരുടെ യാത്രക്കാർക്ക് ഇതിൽ പെർമിഷൻ ഉണ്ട് കേട്ടോ കയറി വരാനായിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് കയറി ഇങ്ങ് നിൽക്കുവാണ്. ഇത് ഏകദേശം ഒരു 15 കിലോമീറ്ററോളം ചുരമാണ്. അപ്പോൾ ഇതാ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. വണ്ടി വെച്ചതിന് ശേഷം ഞാനങ്ങനെ ഇനിയൊരു വണ്ടിയിൽ കയറിയതിന് ശേഷമാണ് കേട്ടോ എൻ്റെ ഈ ഒരു യാത്ര തുടങ്ങുന്നത്. വണ്ടി എടുത്തതിന് ശേഷം ഒറ്റയ്ക്കുള്ള എൻ്റെ യാത്ര അങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പം പലപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് വണ്ടിയിലൊന്നുമല്ല, നമ്മൾ കാൽനടയായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റിയൊരു സാഹചര്യം ആയതുകൊണ്ടാണ് കേട്ടോ വണ്ടിയിൽ പോകുന്നത്. പിന്നെ അതുപോലെ എൻ്റെ വണ്ടിയിൽ പോകുമ്പോൾ വണ്ടിയുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ മൈക്ക് സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ എടുത്ത് പോകാനേ പറ്റുള്ളൂ കേട്ടോ. ഏകദേശം ഒരു 15 കിലോമീറ്റർ തന്നെയാണ് നമുക്ക് ബോണക്കാടേക്ക് പോകേണ്ട ഒരു ദൂരം എന്ന് പറയുന്നത്. താഴത്തെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് 15 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി പറ്റും. പറഞ്ഞതുപോലെ തന്നെ ചുരമാണ് കേട്ടോ. നമ്മൾ ബോണക്കാട് ഏകദേശം ഒരുപാട് ദൂരം ഇങ്ങനെ പോകാനുണ്ട്. നമ്മൾ പോകുന്ന വഴി ഫുള്ളും തേരിയാണ് കേട്ടോ. അപ്പോൾ തേരി ഭയങ്കരപ്പെട്ട തേരിയും ചുരങ്ങളൊക്കെയാണ്. നമ്മൾ പൊന്മുടിയിലൊക്കെ പോകുന്നത് പോലെ തന്നെയാണ് കേട്ടോ ഇങ്ങോട്ടുള്ള വഴികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും ദൂരം നമ്മൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു കാര്യമാണ്. അതാണ് ഞാൻ ഈ ഒരു സമയത്ത് ഇറങ്ങിയത് കേട്ടോ. മഴ സമയത്ത് നമുക്ക് ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നത് അത്ര ഒരു സുരക്ഷിതമല്ല. പിന്നെ വഴിയിൽ നിന്ന് കുറച്ച് ചേട്ടന്മാരൊക്കെ വനത്തിലോട്ടൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ പട്ടികളൊക്കെയാണ് ഈ മുന്നേ കൂടെ ഓടുന്നത്. കുറച്ച് വളവും ചെരിവും എന്താ പറയണ്ടേ, ഫുള്ള് അങ്ങനെ തന്നെയാണ് ഈ റോഡ്. ഞാൻ മുമ്പ് ഒരു ദിവസം ബൈക്കിൽ ഞാൻ ഒരു ദിവസം ഇതിൽ വന്നത് കേട്ടോ. അന്ന് പിന്നെ നമ്മുടെ കയ്യിൽ ക്യാമറയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയൊരു സാഹചര്യം ഇല്ലായിരുന്നു. പണ്ട് ഈ ബോണക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തോട്ടം ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ തോട്ടമുണ്ട്, അപ്പോൾ അത് പ്രവർത്തനമൊന്നുമില്ല. ഒരു തേയില ഫാക്ടറി അങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ട്. അപ്പം അന്ന് ആ ഒരു സമയത്ത് ഇവിടുത്തെ ഗതാഗത സംവിധാനങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിരുന്ന വഴികളാണ്. പണി കിട്ടി. എന്തോ അപശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത് പോലെ. എന്തിനാണോ എന്തോ ചെയ്യുന്നത് ഒരു ബുദ്ധിമില്ല കേട്ടോ. എന്തോ അപശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ നമ്മളെ പോകുമ്പോഴേ. ഒന്നും പറയാനില്ല, എന്തോ വല്ലാത്തൊരു ഇത്. ആരെങ്കിലുമൊക്കെ നമ്മൾ കണ്ടിരുന്നെങ്കിൽ ഒരു ഇതായനെ. ഇടയ്ക്കൊക്കെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ആനത്താരകളൊക്കെ പോലെ ഇങ്ങനെ കിടപ്പുണ്ടല്ലോ. ആനത്താരകൾ പോലെ എല്ലാം ശരിക്കും ആനത്താരകൾ തന്നെയാണ്. ഇതുണ്ട്, ഇതാണ് ഇവിടുത്തെ ഓരോ വളവുകൾ. ഇത്രയും കിലോമീറ്ററോളം യാത്ര ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ്. ബോണക്കാടേക്ക് പോകുന്ന ഭാഗത്തുള്ളൊരു സ്ഥലമാണ് ഇവിടെ വഴുക്കൻ പാറ എന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിന് പറയുന്നത്. ഞാൻ എന്തായാലും ഇവിടുത്തെ ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഞങ്ങളെ കാണിച്ചു തരാം. അതിലായിട്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഈ ഒരു ഭാഗത്ത് അവിടെ ഒരു ദൈവത്തിനെയൊക്കെ വെച്ചിട്ടുള്ളൊരു വനപൂജയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു വഴുക്കൻ പാറ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങ് ടോപ്പിൽ കാണുന്നുണ്ടോ, അങ്ങ് കാണുന്നത് അത് നമ്മുടെ നാച്ചിയർ മോട്ടയാണേ. അപ്പോൾ എന്തൊക്കെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന കേട്ടോ കാട്ടിനകത്ത്. എന്താണെന്നൊരു പിടുത്തമില്ല.
എനിക്കെപ്പോഴും ഒരു പ്രാർത്ഥന മാത്രമാണ് എല്ലാ ദൈവങ്ങളോടും. അത്രേ ഉള്ളൂ കേട്ടോ. എന്തേലും വരുന്നിടത്ത് വെച്ച് കാണാം, അങ്ങനത്തെ ഒരു മൈൻഡാണ് എനിക്ക്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വന്നത് ഈ കാണുന്നൊരു വഴിയിലൂടെയാണ് കേട്ടോ. നല്ല രസമാണ് ഈ ഒരു സമയത്ത് ഇത് കാണാനായിട്ട് ഈ വഴി. ഞാൻ പിന്നെ വണ്ടി ഇവിടെ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി നമുക്ക് പോകേണ്ടത് ഈ കാണുന്ന മുന്നിൽ കിടക്കുന്ന ഈ ഒരു വഴിയിലൂടെയാണ് കേട്ടോ. അപ്പോൾ വഴുക്കൻപാറയിൽ നിന്ന് ഈ ബോണക്കാടേക്ക് 5 കിലോമീറ്ററാണ് ഉള്ളത്. അതുപോലെ തന്നെ കാണിത്തറം ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഒരു 13 കിലോമീറ്റർ വരും. അപ്പോൾ ഇത്രയും ദൂരം ഇങ്ങനെ ഉൾക്കാട്ടിലൂടെ ഒറ്റയ്ക്ക് വരിക എന്ന് പറയുന്നത് അല്പം റിസ്ക്കാണ്. അങ്ങനെ ഞാൻ കുറച്ച് ഭാഗത്തൊന്നും വീഡിയോസൊന്നും എടുത്തില്ലായിരുന്നു. ഇപ്പം അങ്ങനെ കുറേ ദൂരം ഇങ്ങനെ കാട്ടിനുള്ളിലൂടെ ഞാൻ സഞ്ചരിച്ചതിന് ശേഷം ബോണക്കാട് എന്ന് പറയുന്ന ആ ഒരു തൊഴിലാളി ഗ്രാമത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു സ്ഥലത്ത് എത്തിയതിന് ശേഷം ഇവിടുത്തെ ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ തേയില ഫാക്ടറിയും അതുപോലെ ഇവിടുത്തെ ജനങ്ങളുമായിട്ടൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളുടെ കാഴ്ചകളും ബോണക്കാടിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് എന്തായാലും കാണാം സുഹൃത്തുക്കളെ. ആ ഒരു ക്ഷേത്രം കാണുന്നുണ്ട്. പിന്നെ അടിപൊളിയാണ് ഈ ഒരു ഗ്രാമം കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഇങ്ങനെ തൊഴിലാളി ലയങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ബോണക്കാടിലെ തൊഴിലാളി ലയങ്ങളാണ്. അപ്പോൾ നമുക്കിവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഇവരുടെ അടുത്തൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഇവിടെ ഇങ്ങനെ പോത്തിനെയും പശുവിനെയും കാളേനെയൊക്കെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കും കേട്ടോ. അതിങ്ങനെ ഒരു സമയമാകുമ്പോൾ ഇങ്ങനെ മേഞ്ഞ് തിന്നതിന് ശേഷം ഇങ്ങനെ തിരിച്ച് ഇവരുടെ ഗ്രാമത്തിലേക്ക് എത്തും കേട്ടോ. അങ്ങനെ ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പശുക്കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് നല്ല രസമുണ്ട് കേട്ടോ അതിങ്ങനെ കാണാനായിട്ട്. അതിങ്ങനെ പോണത് കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ബോണക്കാടിലെ ഫാക്ടറി എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഫാക്ടറിയാണ്. മഹാവീർ എന്ന് പറഞ്ഞൊരു കമ്പനി എടുത്ത് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടറിയാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇത് മുമ്പ് ഞാൻ വീഡിയോസ് എടുത്തതാണ് കേട്ടോ ഈ ഒരു ഫാക്ടറീനെ കുറിച്ചും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചും. പിന്നെ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്തേക്കൊക്കെയാണ് കേട്ടോ നമ്മൾ നേരത്തെ പോയത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ കണ്ടതിന് ശേഷം നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവരുമായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും ആരെങ്കിലും ഒന്ന് കാണണം. കണ്ടുപിടിച്ചതിന് ശേഷം ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം കേട്ടോ. താഴെ കണ്ട ആ ഒരു കെട്ടിടം ഉണ്ടല്ലോ, പഴയ തൊഴിലാളി ലയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ ഇങ്ങ് ടോപ്പിലേക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പം കുറേ ഇങ്ങ് ടോപ്പിൽ വന്നപ്പം കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ ഈ ഇതെന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ വ്യൂ. പറയത്തൊക്കെ വലിയ വ്യൂ ഒന്നുമില്ല, എന്നാലും അടിപൊളി കേട്ടോ, കൊള്ളാം. കുറേ ദൂരം ഇങ്ങോട്ട് കയറി വന്നു. അപ്പോൾ ഇവിടെയാണ് ബോണക്കാട് ഉള്ള റേഷൻ കട. ഇവിടെയാണ് കേട്ടോ ഇരിക്കുന്നത്. പഴമയൊക്കെ ഉള്ളൊരു റേഷൻ കടയാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ഇവിടുത്തെ ചേട്ടൻ്റെ അടുത്ത് ചെറിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. നമ്മൾ മുകളിലേക്ക് കയറി വരുന്തോറും ഇവിടുത്തെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് തൊട്ട് മുന്നിലാണ് ഇവിടുത്തെ ഒരു സ്കൂളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞത്. പിന്നെ അങ്ങ് മുകളിൽ GB എന്ന് പറയുന്ന കുറച്ച് ആ ഒരു ഏരിയയും കൂടെ ഉണ്ട് കേട്ടോ. വീടുകളൊക്കെ ഒരുപാട് ഏരിയകളുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു. ഈ ചേട്ടൻ ബിദിരയിൽ നിന്ന് വരുന്നതാണ്. ബിദിരയിൽ നിന്ന് വന്നതിന് ശേഷം ചേട്ടൻ എങ്ങനെയാണ് രാവിലെ ഇവിടെ വരാറ്? രാവിലെ ബൈക്കിൽ. ഈ ബൈക്കിൽ ചുരം കയറി വരുമല്ലേ? എത്ര കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന്? 20 കിലോമീറ്റർ വൈകുന്നേരത്തെ പോകും. വൈകുന്നേരം വരെ എല്ലാ ദിവസവും ആൾക്കാർ ഇവിടെ റേഷൻ ഇവിടെ ഒരുപാട് ഇങ്ങനെ വീടുകളുണ്ടല്ലോ. 120 വീടുണ്ട് ടോട്ടൽ. 120 വീട്. ഇപ്പൊ 120. അപ്പോൾ ജനസംഖ്യ എങ്ങനെ എത്ര ഉണ്ടാവും ഇവിടെ? ഇവര് 300 കാർഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എസ്റ്റേറ്റ് ഇങ്ങനെ പൂട്ടിയപ്പോ ആളുകളെല്ലാം വിതിരയിൽ പിള്ളേരെ പഠിപ്പിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി താമസം മാറ്റി വിതിരയിലേക്ക്. ഏകദേശം ഇവിടെ 120 കുടുംബമേ ഉള്ളൂ. കുടുംബം അവരുടെ എല്ലാം കാർഡ് ഇവിടെ തന്നെ? അവിടെ തന്നെ. അങ്ങനെയാണ്. അപ്പോൾ ഇവിടുത്തെ എസ്റ്റേറ്റിലെ കുറെ ജീവനക്കാരായിട്ടുള്ള ആൾക്കാരല്ലേ ഇവിടെ ഇപ്പൊ കിടക്കുന്നത്? ഇത് പാവപ്പെട്ടവരും ഒരു പറ്റാത്ത ആൾക്കാർ, വയസ്സായ ആൾക്കാർ, ഒരുപാട് വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇപ്പൊ തൊഴിലുറപ്പ് അതിന്റെ ഇതിലാണ്, തൊഴിലുറപ്പിന്റെ ഇതിലാണ് അവർ ജീവിച്ചു പോണത്. അത് തന്നെ, തൊഴിലുറപ്പ് ജോലി. അങ്ങനെ ചില ആൾക്കാർ ചെറുകിട കടകള് അത് 1-2 പേരേ ഉള്ളു. അങ്ങനെ എല്ലാവരും കട വെക്കാൻ പറ്റൂല. അതാണ് ഈ വരുന്ന സമയത്ത് 2 സ്ലാബ് അങ്ങനെ കിടക്കും. അതിനകത്തൂടെ അങ്ങനെ കയറി പോയാൽ ബംഗ്ലാവിലോട്ടല്ലേ? വരുന്ന സമയത്ത് വഴിയിലൊക്കെ ആന അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒരുപാട് ദൂരമുണ്ട്. പക്ഷെ നമുക്ക് താഴെ അവിടെ നിന്ന് ഈ താഴെ കാണിത്തറത്തുനിന്ന് എത്ര ദൂരം വരും ഇവിടത്തേക്കാ? 13 കിലോമീറ്റർ. 14 അടുപ്പിച്ച് വരും. 13-14. അപ്പം 20 വരെ അടുപ്പിച്ചല്ലേ? വിതിരന്ന് 21 വരെ കൂട്ടാൻ. കലുമുക്കാണ് 21. ഓക്കെ. അപ്പം അത്രയും ദൂരം ഉണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 20 കിലോമീറ്റർ ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ, കറക്റ്റ് 20 കിലോമീറ്റർ കയറി വന്നാൽ, ഈ ചുരമൊക്കെ കയറി വന്നാലാണ് നമുക്ക് ബോണക്കാട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ റേഷൻ കടയിൽ ഈ ഒരു ചേട്ടൻ്റെ അടുത്ത് ഇവിടുത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു. താഴെ നിന്ന് നോക്കിയിട്ട് ആരെയും കണ്ടില്ല കേട്ടോ. അതാണ് വേറെ കാര്യങ്ങളൊന്നും ചോദിക്കാത്തത്.
കൊള്ളാം. ഒരു പഴമയൊക്കെയുള്ളൊരു റേഷൻ കട, പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പോലത്തെ ഏതാണ്ട് 4 കെട്ടും ഈ ഓടൊക്കെ വെച്ച് ഒക്കെ ശരിയാക്കിയ ഒരു കെട്ടിടം, അതിനകത്ത് ഒരു റേഷൻ കട. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം തൊട്ട് മുകളിൽ GB ബംഗ്ലാവിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ആരെങ്കിലും ആൾക്കാരെയൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ അവരുമായിട്ട് ചോദിച്ചറിയാം. അപ്പം ഞാൻ പറയുന്നതിനെക്കാട്ടിൽ അവർ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകാൻ കേട്ടോ. അങ്ങനെ റേഷൻ കടയിലെ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ചേട്ടൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് മുകളിലേക്കാണ് കേട്ടോ പോകുന്നത്. മുകളിലേക്ക് പോയതിന് ശേഷം ഇവിടെ ഒരു അംഗൻവാടിയുണ്ട്, പിന്നെ എന്തോ സ്കൂളോ എന്തൊക്കെ ഉണ്ട് കേട്ടോ മുകളിൽ. എന്തായാലും അവിടെ പോയതിന് ശേഷം നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം. പിന്നെ അതുപോലെ ഇവിടുത്തെ ഗ്രാമത്തിലെ ആരെങ്കിലും കാണുവാണെങ്കിൽ അവരുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അങ്ങനെ നമ്മളിനി ടോപ്പിലേക്ക് പോവുകയാണ്. അങ്ങോട്ട് പോയതിന് ശേഷം GB ബംഗ്ലാവ്, അങ്ങനെ GB ബംഗ്ലാവ് വരെ നമുക്കിന്ന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയാണ്. ഈ ഒരു മഴയൊക്കെ പെയ്തതിന് ശേഷം ഇവിടേക്ക് ഇങ്ങനെ പച്ചപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ തിളിർത്ത് കിടക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ മേളിലേക്ക് കയറും തോറും താഴേക്കുള്ള ഡാമിൻ്റെ റിസർവോയർ, നമ്മുടെ പേപ്പാറ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഇതാ കാണുന്നത്. അതൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ. കുറച്ച് മുകളിലേക്ക് കയറി വന്നപ്പോൾ ഇവിടെ ഒരു അങ്കനവാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് കയറുന്നില്ല. അപ്പം അങ്കനവാടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ പിന്നെ ബൈക്കിൽ നേരത്തെ ഷൂട്ട് ചെയ്തതുപോലെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ അങ്ങുണ്ട് ഒരു മല കാണുന്നുണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയാൽ ആ ഒരു മല കാണാനായിട്ട്. ഭയങ്കര ഉയരമാണ് കേട്ടോ. അതാണ് കേട്ടോ ബോണക്കാട് കുരിശുമല എന്ന് പറയുന്നത്, അതാണേ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്നും നമുക്ക് നേരെ മുകളിലേക്ക് പോകണം. അപ്പോൾ ഒരുപാട് ദൂരം ഇങ്ങനെ സഞ്ചരിക്കാറുണ്ട്, എന്നാലേ നമ്മൾ ബോണക്കാട് GB ബംഗ്ലാവിലേക്ക് എത്തത്തുള്ളൂ കേട്ടോ. നഴ്സറിയുടെ ഇപ്പുറത്തെ ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഇതിൽ എനിക്ക് തോന്നുന്നു അങ്ങ് ടോപ്പിൽ വരെ ബസ് വരും. അത് അല്ല, ഇതുവരെ ഉള്ളൂ കേട്ടോ. ഇതുവരെ എങ്ങനെ ബസ്സുള്ളൂ കേട്ടോ. ബസ് അതിലൊരു എങ്ങനെ വരത്തുള്ളൂ. അതിന് ശേഷം ഇങ്ങോട്ട് പോകാനായിട്ടുള്ള സാധ്യതയില്ല, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇവിടെ ഒരു സ്കൂളുണ്ട് കേട്ടോ. സ്കൂളൊക്കെ എനിക്ക് തോന്നുന്നു പ്രവർത്തനമൊന്നുമില്ലാതെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ഒരു പിള്ളേരൊന്നും കിട്ടാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ സ്കൂൾ അടച്ചിട്ടിരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത്. ഈ ഒരു സ്കൂളൊന്നും പ്രവർത്തനമല്ല കേട്ടോ. ഇവിടെ ആരെയും കാണാനുമില്ല, സ്കൂളില്ല കേട്ടോ. ഇവിടെ സ്കൂൾ എനിക്ക് തോന്നുന്നു പിള്ളേരില്ലാത്ത കാരണമായിരിക്കാം സ്കൂളില്ലാത്തത്. ഇവിടുത്തെ പിള്ളേരൊക്കെ തൊട്ടടുത്തുള്ള വിതിര എന്ന് പറയുന്ന അവിടെയായിരിക്കും സ്കൂളിലേക്ക് പോയി പഠിക്കുന്നത് കേട്ടോ. പക്ഷേ എന്തായാലും ഇത്രയും വലിയൊരു മലയ്ക്ക് മുകളിൽ ഈ ഒരു സൗകര്യം ഇവിടെ എത്തിയിട്ടും എന്താ പറയണ്ടത്, ഇവിടെ ആളില്ല എന്നറിയുമ്പോൾ അതൊരു വലിയൊരു സങ്കടം തന്നെയാണ്. ഇവിടെ പഠിക്കാനും ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സ്കൂളിൽ നിലനിന്ന് പോയേനെ. പിന്നെ ബസ്സൊക്കെ വരുന്നത് കൊണ്ട് തന്നെ പിള്ളേരൊക്കെ വിതിരയൊക്കെ ആശ്രയിച്ച് അവിടുത്തെ സ്കൂളിലേക്കൊക്കെ പോകും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ഇവിടെ പിള്ളേരൊന്നും ഇല്ലാത്തത്. അപ്പോൾ അങ്ങനെ ഒരു സ്കൂള് എന്താ പറയണ്ട, ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്കൂള്. ബാക്കിയുള്ള സ്കൂളുകളെല്ലാം നമ്മൾ കാണുമ്പോൾ അറിയാം എന്താണ് പറയേണ്ടത്, നല്ല വൃത്തിയോടെയും പിള്ളേരുടെയൊക്കെ സംസാരങ്ങളും സൗണ്ടുകളും ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതെനിക്ക് തോന്നുന്നു ഇലക്ഷൻ സമയത്ത് ഒരു പോളിംഗ് സ്റ്റേഷനായിട്ട് ഇത് പ്രവർത്തിക്കാറുണ്ട്, അത്ര മാത്രമായിട്ട് ഉള്ളൂ കേട്ടോ. ബാക്കിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ബോണക്കാട്. അപ്പം കുറേ വീടുകളൊക്കെ ഉള്ള ആ ഭാഗത്തേക്ക് എന്തായാലും പോകാം. മാരിയമ്മൻ കോവിലാണേ, ശ്രീ കന്നിമാരിയമ്മൻ ദേവി ക്ഷേത്രം ബോണക്കാട്. ഇത് ടോപ്പ് ഡിവിഷനാണ് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ പള്ളി കോവിൽ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ മതവിശ്വാസികളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ ബോണക്കാട് എന്ന് പറയുന്നത്. ഇത് ടോപ്പ് ഡിവിഷനാണേ. ഇന്ന് വരെ ബസ് വരുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. നമുക്ക് എന്തായാലും ആരെങ്കിലും കാണുവാണെങ്കിൽ നമുക്ക് ചോദിച്ചു നോക്കാം. കുറച്ച് സമയത്തെ യാത്രകൾക്ക് ശേഷം അങ്ങനെ ബോണക്കാട് GB ബംഗ്ലാവിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കെന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഒരു ബംഗ്ലാവ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ തന്നെ കാണുമ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്ര ദൂരമാണെന്ന്. കാട്ടിനുള്ളിലൂടെ ഒരുപാട് ഇങ്ങനെ യാത്ര ചെയ്താണ് വന്നത്. ഞാൻ വന്നപ്പോൾ ഇവിടെ ആരെയും കണ്ടില്ല, ഇവിടെ ഒരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ബംഗ്ലാവിനകത്ത് കയറി. അപ്പോൾ ഇതിനകത്തുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതാ ഇതിനുള്ളിൽ ഒരുപാട് റൂമുകളുണ്ട്. ഓരോ റൂമിലും എന്തായാലും പോകാം. ഫ്രണ്ടിൽ ഒരു റൂമുണ്ട്. അപ്പോൾ ഇവിടെ കുറേ എന്തൊക്കെ സെറ്റപ്പുകൾ. പക്ഷേ ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ വന്ന് സ്റ്റേ ചെയ്യുന്നതാണെന്നാണ് തോന്നുന്നത്. ഇവിടെയുള്ളവരായിരിക്കും, ആരെന്നറിയത്തില്ല. അതാ തീയൊക്കെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ. ഇതിനകത്തൊക്കെ പല ഭാഗങ്ങളും അങ്ങനെയാണ് കേട്ടോ. ഓരോ റൂമുകളും ഇങ്ങനെയൊക്കെയാണ്. ഇത് ബാത്ത് ടബ് കേട്ടോ. അന്നത്തെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. പക്ഷെ കിടക്കുന്നതൊക്കെ ബാത്ത് ടബാണ് കേട്ടോ. ഇത് ടോയ്ലറ്റാണ്. ഇത് എന്താ ടോയ്ലറ്റാണ്. ഫുള്ള് ലഹരിയുടെ അംശങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അന്നത്തെ
ബാൽക്കണിയാണ് കേട്ടോ. ഇവിടെ നിന്ന് പക്ഷേ നല്ല വ്യൂ കേട്ടോ പുറത്തോട്ട്. ഉണ്ടോ, നല്ല വ്യൂ ആണ് ഈ ജനലിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ അതനുസരിച്ച് തന്നെ ഒരു സംഭവം സെറ്റ് ചെയ്തു. ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ടോയ്ലറ്റ്. കണ്ടോ, ബാത്ത് ടബാണെന്ന് തോന്നുന്നു. ഇതാ കണ്ടോ, ഇത് കണ്ടോ, ഇതൊരു ബാത്ത് ടബാണ്. പക്ഷെ കാലങ്ങൾ ഒരുപാടായി. ഇതിനകത്ത് എന്തൊക്കെ എഴുതി വെച്ചിരിക്കണേ, എന്തോ ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞിങ്ങനെ വീഴാറായിരിക്കുകയാണ് കേട്ടോ മൊത്തത്തിൽ. വശമാണ് ഇതിൻ്റെ. ഇവിടെ ഒരു ജാമ്പ മരമൊക്കെ നിൽപ്പുണ്ട്, പിന്നെ ഒരു പ്ലാവ്, പിന്നെ ബാക്കിലോട്ടെല്ലാം ഈ തേയിലയുടെ തോട്ടമാണ് കേട്ടോ. ഇപ്പം അതില്ലാന്ന് തോന്നുന്നു നിലവിൽ. ഫുൾ അങ്ങനത്തെ തോട്ടങ്ങളാണ് ഇതിനകത്ത്. പശുവൊക്കെ കയറിയിട്ട് മൊത്തം ഇങ്ങനെ ചാണകമൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇതിനകത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ. കുറേ വരുന്നവരെല്ലാവരുടെ പേരും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇത് കണ്ടോ, വൈഡ് പൊളി സ്ഥലം പുറത്ത്. വാഹനറിയത്തില്ല, ഇവിടെ എന്തോ മറ്റേ ചൂള പോലെ തോന്നുന്നുണ്ട്. കണ്ടോ, അവിടെ കണ്ടോ അങ്ങനെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇതിനകത്ത് കയറിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ എടുത്തിട്ടുണ്ട്. കണ്ട അടിപൊളിയാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഏതോ ഒരു സാഹിബിൻ്റെ ബംഗ്ലാവായിരിക്കും. ബംഗ്ലാവ് മീൻസ് അവരുടെ ഒരു കെട്ടിടമായിരിക്കും, അവരുടെ ഒരു താമസ സ്ഥലമായിരിക്കാം. പണ്ട് ഇവിടെ ഈ ഇതൊക്കെ നടത്തിയ സമയത്ത് അങ്ങനെ ഒരു ഇവിടുത്തെ ഒരു വലിയൊരു പണക്കാരനായിട്ടുള്ള സാഹിബൻ ജീവിച്ചിരുന്ന ഒരു സ്ഥലമായിരിക്കാം. പുള്ളിയുടെ എന്താണ് പറയണ്ടേ, അവരുടെ വീട് അതാണ് സംഭവം. അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതലൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷേ ഇതിനകത്ത് കയറിയിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞ് ഈ സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ ബോണക്കാട് ജംഗ്ഷൻ എന്ന് പറഞ്ഞ് കണ്ടത് തൊട്ട് താഴെയാണ് കണ്ടത്, അവിടെയാണ്. അതിനുശേഷം നമ്മളിതാ പിറകേക്ക് വന്നിട്ടുണ്ട്, ഇങ്ങ് കയറി വന്നിട്ടുണ്ട് മുകളിൽ, കുറേ മുകളിലേക്ക് കയറി. ഇതിലേ കയറി വരാൻ പറ്റുമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. പക്ഷേ ഇതിലേ കയറി വരാൻ പറ്റത്തില്ല കേട്ടോ, ഫുള്ള് കുത്തിറക്കമാണ്. അങ്ങനെ ഒരുപാട് ദൂരം ഇങ്ങനെ കറങ്ങിയും തിരിഞ്ഞുമാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ കാണാൻ എന്താ രസമെന്നറിയാമോ, ഒരു രക്ഷയില്ല കേട്ടോ. ഫാമിലി അവരപ്പുറത്ത് റീൽസ് കൊണ്ട് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാൻ എന്താ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് തൊട്ട് സൈഡിലേക്ക് കുറച്ച് കാടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം, ഇവിടെ എന്താണ് സെറ്റപ്പ് ഒന്നും അറിയത്തില്ല. കുറച്ച് ഓറഞ്ചൊക്കെ ആണെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പഴയതാണ്, ഓറഞ്ച് അല്ല കേട്ടോ, അത് വേറെ എന്തോ സെറ്റപ്പാണ്, കാട്ടുമുന്തിരി അങ്ങനത്തെ എന്തോ സെറ്റപ്പാണ്. ഇവിടെ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വേറെ കാണാനൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇങ്ങോട്ട് വ്യൂ പോയിൻറ്റുകൾ അങ്ങനെയെന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ എന്തായാലും ഇങ്ങ് കയറി വന്നിട്ട് കുറേ അങ്ങ് താഴേക്കൊക്കെ കാണാൻ അടിപൊളിയാണ്, അത് മാത്രമേ പറയാനുള്ളൂ. കൊക്കയാണ് കേട്ടോ, ഇങ്ങോട്ട് തൊട്ട് താഴേക്കൊക്കെ കൊക്കയാണ്. ഇങ്ങോട്ടാണെന്നൊരു പിടുത്തമില്ല കേട്ടോ. ഞാൻ ആ ബംഗ്ലാവിൻ്റെ അവിടെ നിന്ന് കുറേ ഇങ്ങോട്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ ഇവിടെ മ്ലാവ്, പോത്ത്, അങ്ങനെ കുറേ മൃഗങ്ങളുടെയൊക്കെ ഇതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതൊക്കെ ഉള്ളതായിട്ടുള്ളൊരു സാന്നിധ്യം. ഇങ്ങോട്ടിനി വേറെ കെട്ടിടമോ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ നീണ്ടു തുറന്ന് കിടക്കുകയാണ് കേട്ടോ ഈ ഒരു എസ്റ്റേറ്റ്. ഇനി എതുവരെയാണ് ഇത്, അത് കഴിഞ്ഞ് എതുവരെ റിസർവ് ഫോറസ്റ്റ് ഒന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. അത്രത്തോളം ദൂരമുണ്ട് കേട്ടോ. ഇങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ വേറെ ആരെയും കണ്ടില്ല, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഒരുപാട് ദൂരം ഇങ്ങനെ യാത്ര ചെയ്ത് വന്നു. ഞാൻ വിചാരിച്ച് ആരെയും കാണൂല എന്ന് വിചാരിച്ചാണ്. അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ഫാമിലി വന്നിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നൊരു ചേച്ചിയും ആ ചേച്ചിയുടെ ഫാമിലിയാണ് കേട്ടോ ഇവിടെ GB ബംഗ്ലാവ് കാണാനായിട്ട് വന്നത്. അപ്പോൾ നമുക്ക് ചെറിയ കാര്യങ്ങൾ ചേച്ചിയുടെ അടുത്തും അതുപോലെ ചേട്ടൻ്റെ അടുത്തും തന്നെ ചോദിച്ചു നോക്കാം. ചേട്ടാ പേരെന്തോന്നാണ്? എൻ്റെ ഒരു നോബിൾ എന്നാണ്. നോബിൾ സ്ഥലം എവിടെയാണ്? സ്ഥലം ട്രിവാൻഡ്രം തന്നെയാണ്. ചേട്ടാ ഇതിനിവിടെ മുമ്പ് വന്നിട്ടുണ്ടോ? ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. മുമ്പ് ഒരു 4-5 വർഷം മുന്നെയാണ് ആദ്യമായിട്ട് ജോലി കിട്ടുന്നത് ഇവിടെ. വൈഫിന് ജോലി കിട്ടുന്നല്ലേ? വൈഫിന് ജോലി കിട്ടുന്നത്, അങ്ങനെയാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ബംഗ്ലാവും കാര്യങ്ങളൊക്കെ, ഒത്തിരി പ്രേത ബംഗ്ലാവ് അങ്ങനെയൊക്കെ ഒരുപാട് സ്റ്റോറീസ് കണ്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ വന്നിട്ട് ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇവിടെ ആർക്കും ആ പ്രേതകഥയൊന്നും അറിയില്ല. യൂട്യൂബേഴ്സ് ചെയ്ത ഒരു പണിയാണ്, നല്ലൊരു കഥയൊക്കെയാണ് ആക്ച്വലി. പക്ഷെ അങ്ങനെ ഒറിജിനലി അങ്ങനെ നടന്നിട്ടുള്ള കാര്യമൊന്നും അറിയില്ല. എൻ്റെ വൈഫാണ് ഈ ഒരു ചേച്ചി. ഈ ചേച്ചി നമ്മുടെ ബോണക്കാട് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ അല്ലേ? പോസ്റ്റ് മാസ്റ്റർ ആണ് കേട്ടോ ഈ ഒരു ചേച്ചി. എങ്ങനെയാണ് വരുന്ന യാത്രയൊക്കെ, എങ്ങനെയാണ് ബോണക്കാടേക്ക് വരുന്നത്? വരാനേ റിസ്ക് ആണ്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ബസ്സിലാണ് വരുന്നത്, പിന്നെ അല്ലെങ്കിൽ അമ്മ കൂടെ വരും, അല്ലെങ്കിൽ ഞങ്ങൾ 2 വീലറിൽ ഒരുമിച്ച് വരും. അല്ലാണ്ട് ബസ് സർവീസ് കുറവാണ്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി 4 സർവീസേ ഉള്ളൂ. ബൈക്കിലാണെങ്കിലും ഒറ്റയ്ക്കൊക്കെ വരാൻ ഒറ്റയ്ക്ക് വരുന്നത് ബുദ്ധിമുട്ട്, അതുകൊണ്ട് അമ്മയും കൂട്ടിന് കൊണ്ടുവരുന്നു. പിന്നെ വരുമ്പോൾ ആനയും കണ്ടിട്ടുണ്ട്, കാട്ടുപോത്തിനെയൊക്കെ കണ്ടിട്ടുണ്ട്. ധൈര്യത്തിലെങ്കിൽ
പോരുന്നത്. എന്തായാലും ബോണക്കാട് പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ്. അപ്പം ചേച്ചിയുടെയൊക്കെ ജോലി എന്ന് പറയുന്നത് തന്നെ ഇത്രയും ഉൾവനത്തിൽ വന്നിട്ട് ജോലി ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. എന്തായാലും ചേച്ചി സമ്മതിച്ചിരിക്കുന്നു. എന്തായാലും പക്ഷെ നല്ല വൈബാണ് കേട്ടോ. നമുക്ക് വരുന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര സ്നേഹമാണ്. നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യാം. അവരിലൊരാളെ പോലെയാണ് നമ്മളെ കാണുന്നത്. എല്ലാവരും നല്ല സഹകരണമാണ്, നല്ല സ്നേഹമാണ്. കുറച്ച് അപ്പന്മാരും അമ്മമ്മമാരാണ് ഉള്ളത്. നമ്മുടെ ഈ ഒരു ഏജിലുള്ള ആളുകളൊക്കെ കുറവാണ്. അതന്നെ ഞാനിവിടെ വരുമ്പോഴും കാണാറുണ്ട്. കുറച്ച് നമ്മളെയൊക്കെ അമ്മമാരുടെയും അച്ഛന്മാരുടെയൊക്കെ പ്രായമുള്ള കുറച്ച് അമ്മമാരെയൊക്കെയാണ് കാണാറുള്ളത്. അപ്പോൾ വന്നപ്പോൾ തന്നെ ജോലി കുറച്ചൊരു തൊഴിലുറപ്പ് അങ്ങനെയൊക്കെ അതന്നെയാണ് അവരുടെ മെയിൻ പ്രധാന വരുമാനമാണ്. അവർക്ക് ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ പോസ്റ്റ് ഓഫീസിനെ തന്നെയാണ്. ബാങ്കിനും ബാക്കി എല്ലാ കാര്യത്തിലും അവർക്ക് വിതിര എന്ന് പറഞ്ഞാൽ അതെ അതെ എല്ലാ കാര്യത്തിലും അവർ നമ്മുടെ പോസ്റ്റൽ ബാങ്കിങ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അവർക്ക് ഇവിടെ അക്കൗണ്ട്സ് ഒക്കെ ഓക്കെ ചേച്ചി. അപ്പോൾ എന്തായാലും കണ്ടതിൽ സന്തോഷം ചേട്ടാ, കണ്ടതിൽ സന്തോഷം. അതുപോലെ കാണാൻ പറ്റി, അതുപോലെ സംസാരിക്കാൻ പറ്റി. ഞാൻ GB ബംഗ്ലാവിലേക്ക് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് വന്നത്. അങ്ങനെ കറങ്ങി ഇങ്ങനെ തിരിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഒരു കാർ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചേട്ടനെയും അതുപോലെ ചേച്ചിയും, ആ കുട്ടിയുടെ പേര് പറഞ്ഞില്ലല്ലേ? പേര് ഷെറയല്ലേ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഓക്കെ 2ലാണ്. ഓക്കെ ഈ ചേച്ചിയുടെയും ചേട്ടൻ്റെയും കൊച്ചാണ് കേട്ടോ. അപ്പോൾ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവർ ഫാമിലി ഇവിടെ തന്നെ GB ബംഗ്ലാവൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ഫാമിലിയെ നമുക്ക് GB ബംഗ്ലാവിൽ വെച്ച് അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഓക്കെ കേട്ടോ. ബംഗ്ലാവ് എന്ന് പറയുന്നത് ഒരു സായിപ്പിൻ്റെ വീടാണ് കേട്ടോ. അല്ലാതെ ഇതൊരു പ്രേത ബംഗ്ലാവ് അങ്ങനെയൊന്നുമല്ല. ശരിക്കും ബോണക്കാട് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് ബോണക്കാട് എന്നല്ല, ബോൺ അക്കോഡ്. അതായത് നല്ലൊരു എഗ്രിമെൻറ്റ് എന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ ഈ ബോൺ അക്കോഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. നമുക്കെന്തായാലും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് താഴെ പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് തന്നെ പോവാം. അങ്ങോട്ട് പോയിട്ട് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ ചെന്നതിന് ശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ കാണാം. ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു സമയത്ത് കിട്ടുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അതാ തൊട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ പേപ്പാറ ഡാമിൻ്റെ റിസർവോയറും അതുപോലെ തന്നെ ഒരുപാട് മലനിരകളും നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് ഇതാ ഈ കാണുന്നൊരു ബംഗ്ലാവും. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടോ, ഇത് അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ഏതൊരു ബ്രിട്ടീഷുകാരനായിട്ടുള്ളൊരു സായിപ്പ് വച്ചിരിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് ഇത്രയും നല്ലൊരു വ്യൂ ഇതിൻ്റെ മുകളിലേക്ക് എവിടെ പോയാലും കിട്ടത്തില്ല. അപ്പോൾ ഇത്രയും നല്ലൊരു സ്ഥലത്ത് കൊണ്ട് പുള്ളി ബംഗ്ലാവും വെച്ച് വൈബ് അടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് ബംഗ്ലാവ് വെച്ച് കേട്ടോ. നല്ല ദൂരമുണ്ട് കേട്ടോ ഈ ഒരു GB ബംഗ്ലാവിലേക്ക് എത്തിപ്പെടാനായിട്ട്. നമ്മളിതാ കുറേ ദൂരം ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വന്നതാണ്. ഞാൻ വന്നപ്പോൾ അവിടെ ഒരു ഫാമിലിയെ മാത്രമാണ് കണ്ടത്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് വളരെ മോശമായിരുന്നേ. ഇത്രയും ദൂരം ഉണ്ടല്ലോ, ഒരുപാട് ദൂരം ഇങ്ങനെ എന്താ പറയണ്ടേ, ഒരു ഉൾക്കാട്ടിലായതുപോലത്തെ ഒരവസ്ഥ, ഒരു ഒറ്റപ്പെട്ട പോലത്തെ ഒരവസ്ഥ. ചെറിയൊരു ഭയം അത് എല്ലായ്പ്പോഴും നമുക്കുണ്ടാവും. കാരണം നമ്മൾ അറിഞ്ഞുകൂടാത്ത സ്ഥലം, നമ്മൾ നേരത്തെ മുമ്പെങ്ങും പോയിട്ടില്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഞാനൊരു ചെറിയൊരു ഇതൊക്കെ ആയിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയത്. പിന്നെ ഇപ്പോൾ പിന്നെ വേറെ കുഴപ്പമില്ല. അവിടെ പോയി കണ്ടു, നല്ല അടിപൊളിയായിരുന്നു GB ബംഗ്ലാവ്. ഒരുപാട് പേരും പറഞ്ഞ് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു വരയ്ക്കുന്നുണ്ട്, അവിടെ പ്രേതമുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ പറഞ്ഞു വരുന്നത്. പക്ഷേ അത് ഈ ബംഗ്ലാവ് എന്ന് പറയുന്നത് ശരിക്കും ഓരോ ആൾക്കാർ ഇപ്പം വലിയ വലിയ പൈസയൊക്കെ ഉള്ളവർ കണ്ടില്ലേ വലിയ വലിയ വീടുകൾ വെച്ചിടുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഇപ്പോൾ കളിയായ പോലും ആൾക്കാർ പറയത്തില്ല ബംഗ്ലാവാണ്. അപ്പോൾ അതുപോലൊരു ബംഗ്ലാവല്ല, അതൊരു പ്രേതമുണ്ട് അല്ലെങ്കിൽ പ്രേതം ഒളിഞ്ഞിരിക്കുന്ന ഒരു ബംഗ്ലാവാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഷോർട്ട് കട്ട് വഴി നടന്നൊക്കെ പോയി കഴിഞ്ഞാൽ താഴെ എത്താൻ പെട്ടെന്ന്. പക്ഷേ ഈ ഒരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എത്തത്തില്ല, അത്രത്തോളം ദൂരമുണ്ട്. ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് ഒരുപാട് ദൂരം ഇങ്ങനെ ഉണ്ട്. താഴെ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ഉണ്ട് ഇവിടെ വരെ എത്തിപ്പെടാനായിട്ട്. അത്രത്തോളം ദൂരമുണ്ട് കേട്ടോ ഇങ്ങോട്ട് വരാനായിട്ട്. കുറേ മുകളിൽ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നെല്ലാം റിസർവ് ഫോറസ്റ്റാണ് കേട്ടോ ടോപ്പിലേക്ക്. പിന്നെ ഇവിടെ നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പ് അന്തരീക്ഷമാണ്. ഈ റിസർവ് ഫോറസ്റ്റിൻ്റെ അടിഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഇവിടുത്തെ എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള തേയിലത്തോട്ടങ്ങളൊക്കെ. ഈ കാണുന്നതൊക്കെ തേയിലത്തോട്ടമാണ്. പക്ഷേ ഇപ്പോൾ ഇത് കുറേ വർഷമായി ഇതിങ്ങനെ നോക്കാതെ ഇടുകയും പിന്നെ ഇത് വെട്ടിത്തെളിക്കാതെയൊക്കെ ഇടുന്നതിലൂടെ ഇത് മൊത്തം പോയി കേട്ടോ. മൊത്തം കാട് പിടിച്ച് തേയിലേക്ക് തെളിർപ്പുമില്ല, അങ്ങനെ കുറേ ഇതൊക്കെ ആയി കേട്ടോ. ഇതിൻ്റെ സൈഡിൽ കിടക്കുന്ന ഇതുണ്ടല്ലോ കാടായിട്ട് കിടക്കുന്നത്, ഇതൊക്കെ പണ്ടത്തെ ഇവിടുത്തെ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ നമ്മുടെ തേയിലയും ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. പക്ഷേ ഇതൊന്നും ആരും എടുക്കത്തുപോലുമില്ല. കാരണം കമ്പനി പൂട്ടിപ്പോയതിന് ശേഷം ഇവിടുത്തെ ഓരോ കമ്പനിയുടെ തൊഴിലാളികളായിട്ടുള്ള ആൾക്കാർ എസ്റ്റേറ്റിൻ്റെ ഓരോരോ ലയങ്ങളിൽ തന്നെയാണ് അവർ കിടക്കുന്നത്, അവിടെ തന്നെയാണ് കൃഷി ചെയ്യുന്നതും. സർക്കാരും വേണ്ടത്ര ഒരു പരിഗണന ഇവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ബോണക്കാട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിലെ പോസ്റ്റ് ഓഫീസൊക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ഇങ്ങനെ ആൾതാമസമുണ്ട് കേട്ടോ. പണ്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ല ഒരു തേയില ഫാക്ടറി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ജോലി ചെയ്ത ആൾക്കാരൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത്.
അപ്പോൾ ഇത് പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. ഈ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ചേച്ചീനെയൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ബസ്തിയാർകൂടത്തേക്കുള്ള ട്രക്കിംഗ് റൂട്ട് എന്ന് പറയുന്നത് ഈ ഒരു വഴിയിലൂടെയാണ് കേട്ടോ. നേരത്തെ നമ്മൾ ഒരു സ്റ്റെപ്പ് വന്നതാണ്, അപ്പോൾ നട്ടുച്ചയായിരുന്നു, അതിന് മുമ്പ് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഇവിടുത്തെ ഈ ഒരു കമ്പനീനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിക്കണം. വേറൊന്നുമല്ല, ഈ ഒരു എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു മുതലാളി വേണമെങ്കിൽ തൊഴിലാളികളെ പറ്റിച്ച് അങ്ങനെ ഇത് പൂട്ടിപ്പോയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണം കേട്ടോ. ബോണക്കാടിലെ ഒരു കടയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇത് പൊതികൈ ഹോട്ടലാണേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ആഹാരങ്ങളൊക്കെ കിട്ടും കേട്ടോ. മിക്ക സമയം ആഹാരങ്ങളൊക്കെ കിട്ടും. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഈ ഒരു ഇതിനകത്തോട്ട് കയറാം. ഇവിടുത്തെ ഫാക്ടറി ഉണ്ടല്ലോ, തകർന്ന് വീഴാതിരിക്കുന്ന ഈ ഒരു ഫാക്ടറിയിലകത്തേക്ക് കയറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം കേട്ടോ. ഇതൊക്കെ ഇരിക്കുന്ന ഓരോ മെഷീൻ ഉണ്ട്. ഇതൊക്കെ എന്താണ് സെറ്റപ്പ് എന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. ഈ തേയില പിടിക്കുന്നൊരു ഫാക്ടറിയാണ്, പക്ഷേ ഇതിനകത്തൊക്കെ ഇരിക്കുന്ന സെറ്റപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഇത് തോന്നും കേട്ടോ, ഭീകരമായിട്ടുള്ള എന്തോ. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ളൊരു ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കണം, എത്രത്തോളം വലിയൊരു ഇതാണെന്ന്. ഉണ്ടോ, ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനെക്കുറിച്ച്. ഉണ്ടോ, ഓരോ മെഷീനൊക്കെ ഇരിക്കുന്നുണ്ട്, എത്രത്തോളം വലിപ്പമാണെന്ന്. എനിക്ക് തോന്നുന്നു ഇതിനകത്തിരുന്ന ഓരോരോ സാധനങ്ങളൊക്കെ ഓരോരുത്തർ എന്തെങ്കിലും ആവശ്യമൊക്കെ വരുമ്പോൾ എടുത്ത് വിറ്റതായിരിക്കുക എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ നോക്കൂ, താഴെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. ഇത് ടർബൈൻ എന്തൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. കറണ്ട്, അത്രത്തോളം കറണ്ട് വേണം ഇത് പ്രവർത്തിക്കാൻ. ഇത് കണ്ടോ, ഒരു സിലിണ്ടറാണേ, ദൈവമേ, ചവിട്ടി കാണുമ്പോൾ തന്നെ കണ്ടോ, ഇത് വലിയൊരു ചക്രം. ഇതൊക്കെ എന്തോ കറങ്ങേണ്ട സെറ്റപ്പുകളാണ്. ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നല്ലൊരു ഭയമുണ്ട്. ഇത് കണ്ടോ, ഇതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ എനിക്കൊന്ന് തേയിലയൊക്കെ വന്നിങ്ങനെ സ്റ്റോർ ആവണതായിരിക്കാം. ഓരോ വലിയ റൗണ്ടുകൾ കേട്ടോ. ഇതിനകത്ത് ഈ പശുവൊക്കെ കയറി മൊത്തം ചാണകമാണ് ഇതിനകത്തെല്ലാം. അപ്പം ഇതെന്തൊരു ഗുഹയാണ് നമുക്ക്. വലിയൊരു മറ്റേ ഈ യുദ്ധ ടാങ്കറിനകത്തൊക്കെ ഇരിക്കുന്ന വലിയ മിസൈലുകളൊക്കെ പോലെയുണ്ട്. ശരിക്കും ഇതെന്താണെന്നൊരു പിടുത്തമില്ല കേട്ടോ. ഇത് ഇവിടുത്തെ ഒരുപാട് തൊഴിലാളികളൊക്കെയാണ് ഇപ്പം നിലവിലിവിടെ താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണമെങ്കിൽ ആരെങ്കിലും കാണണം കേട്ടോ. പക്ഷേ ഇവിടെ ഒരു റൂമേ, ഇതിനകത്തും കുറേ ഇങ്ങനെ മെഷീനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ ഫുള്ള് തേയില പൊടിക്കുന്നത് അതിൻ്റെ സെറ്റപ്പുകളാണ് മൊത്തം. അങ്ങനത്തെ ഇതാണ്. ഇതൊക്കെ ഇടിഞ്ഞ് തലയെ കൂടെ മണ്ടയിൽ കൂടെ വീഴുന്നൊക്കെ പേടി. പക്ഷേ അങ്ങനെ വീഴാനായിട്ടുള്ള സാധ്യത കുറവാണ്. കാരണം ഇതിൻ്റെ മുകളിൽ വച്ചിരിക്കുന്ന ഓരോ പലകളൊക്കെ ഈട്ടി, തേക്ക്, ഭയങ്കര ബലമുള്ള ഓരോ തടികളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് താഴേക്ക് വീഴാനായിട്ടുള്ള സാധ്യത വളരെ കുറവുമാണ്. ഈ റൂഫൊക്കെ കണ്ടോ, ഒരു കുഴപ്പമില്ല, തടിയുണ്ടോ, നനഞ്ഞിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതൊക്കെ സർക്കാർ ഗവൺമെൻറ് എന്താണ് പറയേണ്ടത്, ഗവൺമെൻറ് നോക്കി നടത്തിയെങ്കിലുണ്ടല്ലോ എത്രത്തോളം ആൾക്കാർക്ക് ജോലി കിട്ടിയേനെ. നമ്മുടെ നാട്ടിൽ തന്നെ സർക്കാരിന് സ്വന്തമായിട്ടൊരു തേയില ബ്രാൻഡ്, അതൊക്കെ സ്വന്തമായിട്ട് ഗവൺമെൻറ്റിന് ഉണ്ടാക്കാൻ പറ്റുമോ? ശരിക്കും ഗവൺമെൻറ്റിനൊന്നും ഒരു ഐഡിയ ഇല്ല. ഇവിടെ നിന്ന് കുറേ ഉണ്ട് കേട്ടോ ഈ ഒരു കെട്ടിടം. ഇത് മൊത്തം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. അത്രയിലെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം ആരെങ്കിലും നമുക്ക് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് വഴിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ അവരുടെ അടുത്ത് നമുക്ക് ചോദിച്ചറിയാൻ കേട്ടോ. ഇത്രയും ഒരു ഉൾവനത്തിനകത്ത് എന്താണ് പറയേണ്ടത്, കുറേ മനുഷ്യരിങ്ങനെ കിടക്കുന്നുണ്ട്. സർക്കാരും അവർക്ക് വേണ്ടത്ര ഒരു പരിഗണന കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികളായിട്ട് വന്ന ഒരുപാട് ജനതയാണ് ഇവിടെ ഉള്ളത്. അവരുടെ തോട്ടമൊക്കെ ഒരു കോൺട്രാക്റ്റ് എടുത്തിരുന്ന ആൾ അവരിട്ടിട്ട് പോയി, പിന്നെ അത് നോക്കി നടത്താൻ പോലും ആരുമില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു അവസ്ഥയിലാണ് ശരിക്കും ബോണക്കാടിലെ ഒരു വിഭാഗം ജനങ്ങൾ കടന്നു പോകുന്നത്. ശരിക്കും അവർ തമിഴ്നാട്ടിലുള്ളവരാണോ കേരളത്തിൽ നിന്നുള്ളവരാണോ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ജനങ്ങളുടെ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായ സമയത്ത് അത് അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഗവൺമെൻറ്റുകൾ ചെയ്തു കൊടുക്കണം. ഇത് ഏത് കാര്യങ്ങളായാലും അവിടെ ഒന്നിൻ്റെയും വർണ്ണനിറ വ്യത്യാസം അല്ലെങ്കിൽ ജാതി മത ഭാഷകൾക്ക് അതീതമായിട്ട് തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അങ്ങനെ ആണ് അത് അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം. തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ഗ്രാമമാണ് ഈ ബോണക്കാടെന്ന് പറയുന്നത്. അപ്പോൾ ബോണക്കാടിലെ ഒരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. കുമാർ എന്നാണ് കേട്ടോ ചേട്ടൻ്റെ പേര്. അപ്പം നമുക്ക് ഈ ഒരു ചേട്ടൻ്റെ അടുത്ത് തന്നെ ബോണക്കാടിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. എത്ര വർഷവും ഈ ബോണക്കാട്ടിലേക്കൊക്കെ താമസമായി വന്നിട്ട് ഇവിടെ? 1979 വന്നത്. 1979. ആ, ഇവിടെ വന്നിട്ട് 10 കൊല്ലം, 25 കൊല്ലം പണി ചെയ്ത്. പണി ചെയ്തപ്പോഴത്തേക്ക് ടെമ്പററി ആയിട്ട് 10 കൊല്ലം ചെയ്ത്. അതിനുശേഷം പെർമനന്റ് ആയിട്ട് ഒരു 15 കൊല്ലം ചെയ്തു. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ പയ്യൻ ചെയ്തില്ല. അപ്പോൾ ഗ്രാജുവേറ്റ് ആയി. ഗ്രാജുവേറ്റ് ആകുമ്പോഴത്തേക്ക് എനിക്ക് പെൻഷൻ കിട്ടി. ഇല്ല, പ്രധാനമന്ത്രി കിട്ടി. അത് പെൻഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. 1000 രൂപ തരും, വന്നു തരും.
പിന്നെ ഗ്രാജുവേറ്റ് കിട്ടാനുണ്ട്. അത് ക്യാഷ് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാഷ് വന്നിട്ട് ഇപ്പോൾ 10 പൈസ കിട്ടി 10 കിട്ടാനുണ്ട്. അതിന് പിന്നെ 36 മാസം ശമ്പളം കിട്ടാനുണ്ട്. 36 മാസത്തെ എല്ലാ തൊഴിലാളികൾക്കും എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. 36 മാസം ശമ്പളം കിട്ടാനുണ്ട്. അതിൽ ഒരാൾക്ക് പരസ്യമുണ്ട്, ഈ ക്രാറ്റിൻ്റെ പരസ്യമുണ്ട്. ഇതൊക്കെ അവർ തരാൻ പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ആണോ ഈ കമ്പനിക്കാർ കമ്പനിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ പോയിക്കൊണ്ട് നടക്കുന്നത്. പക്ഷേ ഇപ്പം നിലവിലെ ഇപ്പം പണി തൊഴിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും തൊഴിലുറപ്പ് പണി അല്ല, വേറെ പണി ഇവിടെ ഇല്ല. അങ്ങനെ പണി ഉണ്ടെങ്കിൽ ഇതിൽ പോയി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും പണിക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങി പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അത് എന്നും പോകാൻ പോകില്ല. കാരണം പണി ഉള്ള സമയത്ത് പോകാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരാഴ്ച 2 പണി കാണും. 2 പണിയാണ്. ചിലപ്പോൾ പണി ഇല്ലാതിരിക്കും. അങ്ങനെ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അന്ന് ഇപ്പം നിങ്ങളൊക്കെ വന്നൊരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്തൊക്കെ എത്ര രൂപയായിരുന്നു ശമ്പളമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്? അന്ന് 80 രൂപയേ ഉള്ളൂ. 80 രൂപ? 80 രൂപ കിട്ടാനുണ്ട്. പക്ഷേ ആഴ്ചക്ക് കൊടുക്കുക 100 രൂപ ചെലവാക്കി കിട്ടും. അത് വെച്ചാണ് നമ്മൾ സാധനങ്ങൾ മേടിച്ച് ആഹാരം സാധനങ്ങളൊക്കെ മേടിച്ച്. അന്ന് വിതിരയെ തന്നെ പോകണം? അല്ലല്ല, അന്ന് ഇപ്പോഴും ഉണ്ടായിരുന്നു. അന്ന് പോകേണ്ട കാര്യമില്ലല്ലോ. പെർമനന്റ് വേലയല്ല ഇവിടെ. അന്ന് പോകേണ്ട കാര്യമില്ല. ചെലവാശി ഇപ്പോൾ തരും. ചെലവാശി തരും, കമ്പനിയും തരും. പിന്നെ ഇത് കളഞ്ഞിട്ട് മാസം മുഴിയുമ്പോഴത്തേക്ക് പിറ്റേ മാസം 7-ാം തീയതി ആകുമ്പോഴത്തേക്ക് ശമ്പളം കിട്ടും. അത് കൂടി പോയി ഒരു 1500 1200 ഇങ്ങനെ കിട്ടുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് ഇതാണ്ട ഈ കാണുന്ന ഇതെല്ലാം നല്ല തേയിലായിരുന്നു. മാത്രമല്ല പിന്നെ 5 ദിവസം ഒരു കവത്ത് ചെയ്യും. വെട്ടുമല്ലേ? കവത്ത് വെട്ടും. കവത്ത് പണി ശേഷം പിന്നെ 3 മണി കഴിഞ്ഞിട്ട് പിന്നെ കൊളുന്നുള്ളും. അപ്പം അന്ന് നല്ല ജോലി ഉണ്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടാണ്. അന്നൊക്കെ ചിലവൊക്കെ കുറവല്ലേ, വിലവാസം കുറവല്ലേ തന്നെ. ഇപ്പം നമുക്ക് ജീവിക്കണമെങ്കിൽ തന്നെ ഒരു ദിവസം 1000 രൂപയുടെ തികയില്ല ഇന്നത്തെ ചിലവ്. കാര്യം വിലവാസം അങ്ങനെയാണ്. ഇപ്പൊ തന്നെ ഒരു കിലോ തേങ്ങ 80-90 രൂപ അടിക്കുന്നത്. എണ്ണ എണ്ണയ്ക്ക് ഒരു കിലോയ്ക്ക് പിന്നെ 350 രൂപയായി. 400 രൂപ. അനുഭവിച്ചുണ്ട്. അപ്പോൾ ആ ജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ കഷ്ടമാണ് കേട്ടാ. ഇനി മഹാബലം പൈസ തരുന്ന കോളല്ല. തന്ന ശേഷമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് സ്വന്തം ലൈനുകളുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ലൈനുകൾ നന്നാക്കുന്നുണ്ട്. ഇപ്പം ഓടൊക്കെ ഇറക്കിയിട്ട് ഷീറ്റ് ഇട്ട് പറഞ്ഞിട്ടുണ്ട്. എവിടെ ഇപ്പം ഈ മാട്ടുപടി ഏരിയ 3 ലൈൻ ഇട്ടിട്ടുണ്ട്. മാട്ടുപടി ഏരിയയാണ് ഇത്. മാട്ടുപടി എന്ന് പറയുന്നത് ഇവിടെ ഈ ഏരിയ. ആ ഏരിയ അതായത് മാട്ടുപടി ഏരിയ. അവിടെ കുറിച്ചിരിക്കുന്നില്ലേ, അവിടെയാണ് മാട്ടുപടി ഏരിയ. അക്കര അങ്ങനെ അക്കര കാത്താടി മുക്കെന്ന് പറയും. കാത്താടിമുക്ക് ആ സൈഡ്. ഈ അതിൻ്റെ ഇപ്പുറം മനസ്സിലായില്ലേ? നമ്മൾ താമസിക്കുന്ന കാത്താടി മുക്കാണ്. മനസ്സിലായില്ല, ഞാൻ അവിടെയാണ്. മനസ്സിലായി കേട്ടാ. പിന്നെ വലിയ ബുദ്ധിമുട്ടാണ് ജീവിതം. നാടൊക്കെ പിന്നെ പണി ഉണ്ടാക്കി ചെയ്യാൻ പറ്റുള്ളൂ. ഈ വിലവാസമൊക്കെ പണി ചെയ്യാൻ പറ്റില്ല. ഈ കമ്പനി ഇത്രയും പൈസ തന്നതിന് ശേഷം ഗവൺമെന്റ് നേരിട്ട് നോക്കി നടത്തിയെങ്കിലും നല്ല ഗവൺമെന്റ് എടുക്കാൻ പറ്റില്ല. കാരണം എന്ത് ചെയ്യാമോ, ഈ സ്വന്തം പട്ടഭൂമിയാണ്. അങ്ങനെയാണ് ഈ മഹാബലി കമ്പനി. അല്ല, ഇത് മറ്റേ ഇത് ആരുടെ പേരിലാണ് ഈ മഹാബലി? വെച്ചാൽ മാർവാടി. ആദ്യം വെള്ളക്കാരൊന്ന് അതിനുശേഷം ഇയാൾ മേടിച്ചത്. അങ്ങനെ ഇയാൾ മേടിച്ചതിന് കിട്ടുന്നത് 100 വർഷം മുകളിലായി. നല്ലപോലെ ഓടി വിടുന്നതാണ്. നല്ലപോലെ 24 മണിക്കൂർ സ്റ്റോർ ഓടിക്കൊണ്ടിരിക്കും. 24 മണിക്കൂർ ആൾ പണി ചെയ്തുകൊണ്ടിരിക്കും. നല്ല പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ആരും ഇവിടെ വരാൻ ഒക്കില്ല, അത് കാണാൻ പറ്റില്ല. അങ്ങനെ ചോദിച്ച് വേണം വരാൻ പറ്റുള്ളൂ. പണ്ട് അങ്ങനെ ചുറ്റിയായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ നിങ്ങൾ ഈ വന്നാൽ ശരി, എൻ്റെ കുടുംബം വന്നാൽ ശരി, ഒരു ദിവസം നിൽക്കാൻ പറ്റുള്ളൂ. പിറ്റേ ദിവസം പോയിക്കൊള്ളണം. അങ്ങനെ സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ 2 അമ്മമാരിപ്പുണ്ടേ. നമുക്ക് അവരുടെ അടുത്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ആൻറ്റി പേരെന്തോന്നാണ്? നിർമ്മല. ആ ആൻറ്റിയുടെയോ? അമ്മയൊക്കെ ഇവിടെയൊക്കെ താമസിച്ചാണ് അതോ? ഇവിടെ ജോലിക്ക് വേണ്ടി വന്നതാണോ അതോ? നമ്മളെ അച്ഛനൊക്കെ ഇവിടെ, അച്ഛൻ നമ്മളെ അമ്മ എല്ലാം ഇവിടെയാണ് ജനിച്ച് അവരൊക്കെ ഇരുന്നത്. അതിനൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ നിന്നാണ് എല്ലാ കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഇവിടെ തന്നെ പതിവായിട്ട് ഇവിടെ തന്നെ ജോലിയാണ്. ജോലിയാണ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ഇവിടെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും അറിയാമോ, ഇവിടുത്തെ വീട് പിന്നെ വാടകയ്ക്കാണ് ഇപ്പം താമസിക്കുന്നത്. ഇപ്പൊ വാടകയ്ക്കാണ്. അങ്ങനെ അങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കാൻ പാട് മക്കളെ നമ്മളെ പിള്ളേരൊക്കെ വീട് വെച്ച് അവിടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ വന്ന് അവരെ വീട്ടൊക്കെ ഇരിക്കാത്ത ഒരു വാടകയ്ക്ക് കൊടുത്ത് മോൻ്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇല്ല. വരും വേലയ്ക്ക് തന്നെ വന്ന് കിട്ടും. എന്നിട്ട് ഇനിയിപ്പം വീട് ഇവിടെ ശരിയായില്ല. ഇവിടെ ഒളുക്ക് ഇവിടെ ഇരിക്കാവുന്ന സീരിയെല്ലാം മേലെ പൊട്ടി എല്ലാം ഒളുക്കാണ്. ഇവിടെ ഇരിക്കാവുന്ന ഒക്കില്ല. വീടെല്ലാം പൊളിഞ്ഞു കിടക്കണം. അതുകൊണ്ട് ഒന്നും പറ്റില്ല. അപ്പം നമ്മൾ അവിടെ പോയിട്ട് വന്നാലേ കൊള്ളു. ഇവിടെ എപ്പോഴാണ് നമ്മൾ ചാവണമെന്ന് അറിഞ്ഞില്ല. നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഈ ഇതൊക്കെ വന്ന് പൊളിഞ്ഞ് നമ്മുടെ തലയിലോട് ഇവിടുന്ന് നമ്മൾ എപ്പോഴാണ് പോകണമെന്ന് ഒന്നും അറിഞ്ഞൂടാ കേട്ടാ. അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മളങ്ങ് വീട്ടിൽ പോയിട്ട്. എവിടെയാണ് വീട്? എവിടെയാണ്? 3-ാം നമ്പർ. അപ്പൊ നമ്മൾ പിള്ളേരൊക്കെ അവിടെ ഇരിക്കണോണ്ട് നമ്മൾ വിചാരിച്ചു ഇനി ഇവിടെ കിടന്ന് ഇവിടെ രാത്രി എന്തെങ്കിലും ആയിപ്പോയാൽ
ആരും കാണില്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് നമ്മൾ ആശുപത്രിയിൽ പോകാൻ തന്നെ രാത്രി ഒന്നുമില്ല, ആശുപത്രിയില്ല, ഒന്നുമില്ല. എവിടെ പോവാം, വണ്ടി പോലും സമയത്തിന് ഒന്നും എത്തൂല. നമ്മൾ എന്തെങ്കിലും പറ്റിപ്പോയാൽ നമുക്ക് വണ്ടി പോലും സമയത്തിന് ഒന്നും എത്തൂല. അങ്ങനെയാണ് നമ്മൾ അങ്ങനെയാണ്. അപ്പൊ അവിടെ പോയാൽ എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയാൽ പിള്ളേരെങ്കിലും നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയിട്ട് ഇവിടെ ഒന്ന് ജോലി ചെയ്തിട്ട് എന്നും വൈകിട്ട് വൈകിട്ട് പോകും. ഇനി ഇവിടെ വീട് ഇതൊക്കെ റെഡിയായി ഇവിടെ തന്നെ താമസിക്കും. ശനിയാഴ്ച വീട്ടിൽ പോകും. മുമ്പ് അമ്മമ്മയ്ക്കൊക്കെ ജോലി ഉണ്ടായിരുന്നു കമ്പനിയിൽ. ഞാൻ 58 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. കുട്ടനായി കുറേ വർഷം ഒന്നും പൈസ നമുക്ക് കിട്ടാതെ പിന്നെ ഇവിടെ ക്യാഷൊക്കെ ഇട്ട് കുറച്ച് പൈസ ഇട്ട് കൊടുത്തു. മൊത്തം 70,000 രൂപയിൽ എനിക്ക് കിട്ടിയത് 32,000 രൂപ കിട്ടി. അങ്ങനെ കിട്ടി. ഇനി അതിന് പാതി പൈസ എനിക്ക് തരാറുണ്ട്. അത് മുതലാളി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് തരണം, ഞങ്ങൾക്ക് ഒന്ന് അറിഞ്ഞത് അവൻ തരാമെന്ന് പറഞ്ഞിട്ട് അത് തന്നാൽ വലിയ സന്തോഷം. എവിടെയെങ്കിലും പോയി താമസിക്കും, അല്ലാതെ ഒക്കില്ല, ഇവിടെ തന്നെ കിടക്കണം നമ്മൾ. അങ്ങനെയുള്ള ഇതാണ് നമ്മുടെ മോണക്കാട് എസ്റ്റേറ്റ്. ഇവിടെ തകർന്ന് എല്ലാം പോയി. കണ്ട കാപ്പി ഇവിടെ ഓഫീസെല്ലാം പോയി, ഓഫീസിലുള്ള എല്ലാം പോയി. അവിടെ ഉള്ള എല്ലാം പോയി, എല്ലാം ഓടിച്ചിട്ട് പോയി. ഇവിടുത്തെ ആൾക്കാർ തന്നെ എടുത്തിട്ട് പോയി. അങ്ങനെ നമുക്കൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിക്കണം അവിടെ പോയിട്ടൊന്നും ഇവിടെ ജോലി ചെയ്ത് പോവാം. പിന്നെ ഇനിയിപ്പോൾ വീട് ശരിയായ ശനിയാഴ്ച വരും പോയാൽ മതി. ഇവിടെ കിടക്കാൻ അല്ലാതെ പറ്റില്ല. അവിടെ കിടന്നാൽ എന്തെങ്കിലും ഒന്ന് പറ്റും. ഫീലിംഗ് എല്ലാം പൊളിഞ്ഞാണ്. കാറ്റൊക്കെ വന്ന് ഒരു കാറ്റിലെ നമ്മളെ മേലിൽ എല്ലാ നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇപ്പോഴും നിലവിൽ ഇവിടെയാണ് താമസിക്കുന്നത്. താമസം ഇപ്പൊ നമ്മൾ പിള്ളേരൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി വാടകയ്ക്ക് വീട് എടുത്ത് താഴോട്ട് പോയി. ജോലിക്ക് വേണ്ടി ഇപ്പം ജോലിക്ക് വേണ്ടി ഇവിടെ വരും. പിന്നെ വീടൊക്കെ ഇവിടെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പോയോണ്ടാണ് നമ്മളെല്ലാം താഴോട്ടായത്. ഇപ്പൊ വീടൊക്കെ നന്നാക്കുന്നുണ്ട്. നന്നാക്കി ഇങ്ങോട്ട് താമസിക്കണമെന്നൊക്കെയാണ് തീരുമാനിച്ചത്. പിള്ളേരൊക്കെ പിള്ളേർ താഴോട്ട് പഠിക്കാൻ ഇവിടെ നിന്ന് പഠിക്കാൻ സമയത്തിന് ബസ്സില്ലായിരുന്നു. രാവിലെ ഒരു ബസ് വന്നാൽ പിന്നെ രാത്രി വരുന്ന ബസ്സിൽ പിള്ളേർക്ക് തിരിച്ചു വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ആനയിലൊക്കെ ശല്യമുള്ളപ്പോൾ അതിൻ്റെ ഇതുകൊണ്ടാണ് നമ്മൾ വാടകയ്ക്കായിട്ട് പോയത്. പിന്നെ പിള്ളേരൊക്കെ പഠിച്ചവരൊക്കെ കുടുംബമായി. നമ്മൾ ഇനി വീടൊക്കെ നന്നാക്കുമെങ്കിൽ ഇവിടെ തന്നെ വരും. പിന്നെ തൊഴിലുറപ്പ് നമ്മൾ ഇവിടെ തന്നെ വരും. നമ്മൾ അവകാശങ്ങളൊക്കെ ഇവിടെ കിടക്കുകയല്ലേ. എല്ലാം ഇവിടെ തന്നെ. ഇതുവരെയും നമ്മൾ അഡ്രസ്സ് എല്ലാം ഇവിടെ തന്നെ. പിന്നെ ഇവിടെ മെഗളിൽ ഒരു സ്കൂൾ ഉണ്ടായിരുന്നല്ലോ. സ്കൂള് പിള്ളേരില്ലാത്തതുകൊണ്ട് അടച്ചതാണ്. പിള്ളേരില്ല. നഴ്സറിയിലും പിള്ളേരില്ല. നഴ്സറിയിൽ ഇവിടെ പിള്ളേർ കുറവാണ്. നമ്മളെ ഇവിടെ കിടപ്പുണ്ട്. നമ്മളെ തലമുറ എല്ലാം പിന്നെ പോയില്ലേ താഴോട്ട് പോയി. അങ്ങനെ ജീവിക്കാൻ ഇവിടെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് എല്ലാവരും താഴോട്ട് പോയത്. ഇവിടെ ഒരു ജോലി ഉണ്ടെങ്കിൽ അവരൊക്കെ ഇവിടെ ഇരിക്കുമായിരുന്നു. ജോലി ഇല്ലാത്തവർക്ക് എന്തായാലും താഴോട്ട് പോയല്ലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മളെ മക്കളൊക്കെ താഴോട്ടായി. അവരൊക്കെ അവിടെ പിള്ളേരൊക്കെ പഠിപ്പിച്ചിട്ട് അവിടെ ഇരിക്കുന്നു. നമ്മളിവിടെ ജോലിക്ക് വരും. നമ്മൾ വാടക വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. ഇവിടുത്തെ വീട് പൊട്ടിപ്പൊളിഞ്ഞാണ്. ഇപ്പൊ നന്നാക്കണം. സർക്കാർ MLA ഇതിനെല്ലാം ഇടപെട്ട് സീറ്റൊക്കെ ഇട്ട് തരണം, മേൽക്കൂറയൊക്കെ ഇട്ട് എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാക്കി എല്ലാം തരുമെങ്കിൽ നമ്മൾ വീണ്ടും താമസം കൊണ്ട് വരും. പിന്നെ ബുദ്ധിമുട്ടാണ് ഒരു കണക്കിനെ. താഴെ തൊഴിലുറപ്പിന് ഇവിടെ വരണം, പിന്നെ താഴോട്ട് പോകണം. വീട് നന്നായി കഴിഞ്ഞാൽ നമ്മളിവിടെ ജീവിക്കാമല്ലോ. അതെ. നമുക്ക് ഡെയിലി 100 രൂപ ആവും വണ്ടിക്കൂലി അങ്ങോട്ട്. തന്നെ 100 രൂപ ആവും. നല്ല പൈസയാണ് താഴെ. ഞാൻ വന്നിട്ടുണ്ട്. ഇതിൽ ഇവിടെ വരണം, നല്ല പൈസ. 100 രൂപ എന്തായാലും വേണം. ബാക്കിയുള്ളതിനെ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അവരൊക്കെ തൊട്ട് താഴെ വിതിരയിലൊക്കെയാണ് കേട്ടോ താമസിക്കുന്നത്. അവരൊക്കെ ഇനി വൈകുന്നേരത്തെ ബസ്സിൽ അവരെ വീടുകളിലൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഈ അപ്പൂപ്പൻ വിതിരയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ആഹാര സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തൊട്ടടുത്ത ടൗൺ എന്ന് പറയുന്ന വിതിരയാണ്. അപ്പോൾ വിതിരയിൽ എത്തിയാലേ എന്തെങ്കിലും ആഹാര സാധനങ്ങൾ, പച്ചക്കറി ആയാലും മീനായാലും എന്തെങ്കിലും ഇവിടെ കൊണ്ട് എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു കഷ്ടപ്പാടിലാണ്. കാരണം നല്ല ദൂരമുണ്ട് വിതിരയിലേക്ക്. കാട്ടാനയും കാട്ടുപോത്തും അങ്ങനെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൂടെ താണ്ടി വേണം വിതിരയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പോസ്റ്റ് ഓഫീസിന് തൊട്ടടുത്താണ് ഈ ചേട്ടൻ ഒരു കട നടത്തിയിരിക്കുന്നത്. ചേട്ടൻ്റെ അടുത്തെടുത്ത കാര്യങ്ങളൊക്കെ ചോദിക്കും. ചേട്ടാ പേരെന്തോന്നാണ്? എൻ്റെ പേര് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ. ചേട്ടൻ എന്തായിരുന്നു ജോലി? ഞാൻ ഈ കമ്പനിയിൽ വർക്കായി. ഒരു വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ആണല്ലേ? ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. പൈസക്ക് 72 ആയി. ഇനി ഇവിടെ വേറെ ജോലിക്ക് പോവാം. അപ്പൊ സ്വന്തമായിട്ടൊരു കടയൊക്കെ, ഒരു കുഞ്ഞു കടയിട്ട് ജീവിക്കാനായിട്ടുള്ള ഇത്. കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ആശ്വാസം. ഇനിയിപ്പോ ജോലി ഇല്ലല്ലേ. വയസ്സ് 72 ആയി. 60 ആവുമ്പോ നമ്മളെ നിർത്തുമല്ലേ. 58 ആവുമ്പോ അങ്ങനെയാണ്. പിന്നെ അത് എല്ലാ സർക്കാരിന്റെ ഇതേപോലെ തന്നെയല്ലേ. 58 ആവുമ്പോ നിർത്തും. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ. ഈ ചേട്ടനൊക്കെ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ പിന്നെ വേറെ കമ്പനിയിലെ പൈസകളും കുറച്ചൊക്കെ കിട്ടാനില്ലേ? ഇനി പൈസ കിട്ടാറുണ്ട്. പിന്നെ എല്ലാം കൂടെ ആയപ്പോൾ പിന്നെ അവരൊരു ഉപജീവന, നിലവിലിപ്പോൾ അവരുടെ ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ കാണുന്ന കുഞ്ഞു കടയിൽ നിന്നുള്ള ഒരു വരുമാനമാണ്. പിന്നെ അല്ലാതെ ഒരുപാട് പേര് തൊഴിലുറപ്പിനൊക്കെ അല്ലേ? തൊഴിലുറപ്പ്, മറ്റുള്ളവർ തൊഴിലുറപ്പിന് പോയി ജീവിക്കുന്നു.
എന്നാലും അതിൽ നിന്നുള്ള തുച്ഛമായിട്ടുള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ അതേ ഉള്ളു. എന്നാലും ബുദ്ധിമുട്ടാണ് അതിൽ നിന്നൊക്കെ ജീവിക്കാൻ. അങ്ങനെ ബോണക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരുപാട് ബോണക്കാടിലെ ആൾക്കാരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ ബോണക്കാടിലെ ഈ ചേട്ടൻ, പിന്നെ അതുപോലെ കടയിലെ ചേട്ടൻ, അങ്ങനെ നമ്മൾ ബംഗ്ലാവിൻ്റെ അവിടെ പോയപ്പോൾ കണ്ട ചേട്ടന്മാർ, പിന്നെ അപ്പുറത്തെ കടയിലെ ചേട്ടൻ, എല്ലാവരും ഇവിടുത്തെ അവരുടെ കുറേ അനുഭവങ്ങളും മഹാവീർ കമ്പനിയിൽ ജോലി ചെയ്ത ആ സമയത്തുള്ള കുറേ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ പറയുന്നതിനെക്കാട്ടിലും വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് അവർ പറയുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത്. അപ്പോൾ എന്തായാലും ബോണക്കാട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഒരുപാട് മനുഷ്യരുടെ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം. അതുപോലെ ഇനിയും ഇതുപോലുള്ള സ്ഥലങ്ങളുടെ കാഴ്ചകളും അതുപോലെ ഇവിടുത്തെ വിശേഷങ്ങളും ഓരോ ഇതുപോലുള്ള ഏരിയയിലൊക്കെ പോയിട്ട് അവിടുത്തെ ജനങ്ങളുമായിട്ട് അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മളങ്ങനെ ബോണക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത് ഇതിലും നല്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഞാൻ സജിത്താണ്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.